ഞാൻ എത്രമാത്രം സ്വാർത്ഥനാണ്, എത്രമാത്രം എനിക്ക് എന്റെ വസ്തുക്കളെയും ബന്ധങ്ങളെയും വിട്ടുനിൽക്കാൻ സാധിക്കുന്നുണ്ട്. കഴിയുന്നത്ര മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപഴകാതെ കൂടുതൽ സമയം ഈശ്വര വിചാരത്തിൽ ജീവിക്കാൻ സാധിച്ചാൽ തന്നെ നമ്മൾ മറ്റൊരാൾക്ക് വെറുതെ ഒരു തലവേദനയായി തീരില്ല പറയാണ്. നാം ആരോട് അടുപ്പം കാണിക്കുന്നുവോ അവർക്ക് നമ്മളോട് വലിയ അടുപ്പമൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നമ്മളൊരു ഭാഷ ഉപയോഗിക്കാറുണ്ട്, എന്റെ കണക്കുകൂട്ടൽ തെറ്റിയെന്ന്. എന്താ കണക്കുകൂട്ടൽ തെറ്റുക എന്ന് പറഞ്ഞാല്, ഞാൻ കൊടുത്ത സ്നേഹമൊന്നും എനിക്ക് തിരിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ അവരോട് കാണിച്ച അടുപ്പമൊന്നും അവരെന്നോട് കാണിച്ചില്ല. നമ്മളെപ്പോലെ ഫൂൾസ് ലോകത്തിൽ വേറെ ആരും ഉണ്ടാവില്ല. ഈ സ്നേഹം സ്നേഹം എന്ന് ഞാൻ പറയുമ്പോണ്ടല്ലോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ. നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹമല്ല. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് പൊസസീവ് അല്ല. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഉയർത്തുന്നതാണ്. അതാണ് ഭഗവാൻ പറയുന്ന സ്നേഹം. എനിക്ക് ഒരാളോട്, ഗോപികമാരെ, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ എന്റെ തലത്തിലേക്ക് ഉയർത്തുന്നതാണ്. നിങ്ങൾ കുചേലന്റെ കഥ എടുത്തു നോക്കൂ. കൃഷ്ണസ്യ സഖാ ആസി എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനൊരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിനോടുള്ള ഗുരുവായൂരപ്പന്റെ സ്നേഹം എന്ന് പറയുന്നത് തന്റെ തലത്തിലേക്ക് ഭഗവാൻ ആ സുഹൃത്തിനെ ഉയർത്തിയതിന്റെ സ്നേഹമാണ് പ്രിയാണ്. ഇപ്പൊ ഒരു അമ്മയ്ക്ക് പുത്രനോട് സ്നേഹം ഉണ്ടാവണമെങ്കിൽ ആ പുത്രനെ പോലും ഈശ്വരനൊക്കെ ഉയർത്തുകയാണെങ്കിൽ അതിനെ സ്നേഹം എന്ന് വിളിക്കാം. നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ സുഖത്തിന് വേണ്ടിയുള്ള പൊസസീവ്നെസ് ആണ്, അറ്റാച്ച്മെന്റ് ആണ്. അത് ദുരന്തമുണ്ടാക്കുന്നു പ്രിയാണ്. അതുകൊണ്ട് കഴിയുന്നതും അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നും മനസ്സിനെ ക്രമേണ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നാൽ കണക്കുകൂട്ടൽ ഒരിക്കലും തെറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ടി വരും കണക്കുകൂട്ടലൊക്കെ തെറ്റിയെന്ന്. പലരും പറയുന്നൊരു വാക്കാണത്, ജീവിതത്തിന്റെ കണക്കുകൂട്ടൽ തെറ്റിയെന്ന്. ഇതാ ഇവിടെ കൈകേയി ഇത് പറഞ്ഞപ്പോ രാമന് യാതൊരു വിഷമവും ഉണ്ടായില്ല. ദശരഥൻ തന്നെ പിടിച്ചുകെട്ടി രാജ്യഭാരം ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോ അച്ഛൻ രാമനോട് കാണിച്ച സ്നേഹം രാമന് അച്ഛനോടുണ്ടായിരുന്നില്ല. രാമൻ രാജ്യത്തെ വിട്ടു പറയാണ്. ഇതിലെന്താ പ്രയാസം? കൈകേയിയോട് ഒരു വാക്കുകൂടി പറയുന്നുണ്ട്, അമ്മേ, അമ്മയോളം സ്നേഹം വേറെ ആർക്കും എന്നോടില്ലല്ലോ എന്ന്. അമ്മ ഞെട്ടിയിട്ടുണ്ടാവും അത് പറയുമ്പം. കാട്ടിലേക്ക് പറഞ്ഞയക്കാൻ പോകുന്ന രാമൻ പറയാണ്, അമ്മയോളം സ്നേഹം എന്നോട് വേറെ ആർക്കും ഇല്ലല്ലോ എന്ന്. എന്താണ് ഇത്ര സ്നേഹം? വളരെ പ്രയാസകരമായ രാജ്യഭരണം സ്വന്തം പുത്രനും അറ്റ്ലീസ്റ്റ് 14 കൊല്ലം തലവേദന ഇല്ലാതെ കാട്ടിൽ കറങ്ങി നടക്കാൻ പറ്റുമല്ലോ. ഒരു ടെൻഷൻ ഇല്ലാതെ 14 കൊല്ലം കറങ്ങി നടക്കാനുള്ള ഭാഗ്യം തന്നത് ആരാണ്? അമ്മയല്ലേ. അതുകൊണ്ട് അമ്മ വളരെ അനുഗ്രഹം ചെയ്തവളാണ്. ആ കൈകേയി ഉണ്ടല്ലോ, ഒരുപക്ഷെ ഞെട്ടിപ്പോയിട്ടുണ്ടാവും ഇങ്ങനൊരു വാക്ക് രാമനിൽ നിന്ന് വരുന്നുള്ളത്. ഏതൊരു ഭരതന് വേണ്ടിയിട്ടാണോ അമ്മ രാജ്യം വാങ്ങിക്കുന്നത്, ആ ഭരതനിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളും ഏതൊരു രാമനെ ദ്രോഹിച്ചുകൊണ്ടാണോ അമ്മ വരം വാങ്ങിച്ചത്, ആ രാമനിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളും വ്യത്യസ്തമുണ്ട് പറയാണ്. നമ്മൾ ആത്മീയമായി ഉയരും തോറും മറ്റൊരാളോട് നമ്മൾ ഒരിക്കലും വിദ്വേഷം കാണിക്കില്ല, നമ്മൾ ഒരിക്കലും പരാതി പറയില്ല, നമ്മൾ ഏത് ദുരന്തത്തെയും സ്വീകരിക്കും. ഇന്ന് ഇതൊക്കെ വളരെ മനസ്സിലാക്കാനുണ്ട്. ആത്മീയമായി ഉയരാത്തത് കൊണ്ടാണ് മനുഷ്യൻ തളരുന്നതും പതറുന്നതും പരാതി പറയുന്നതൊക്കെ. എല്ലാ തരത്തിലും നമ്മൾ അധപ്പതിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നല്ലൊരു സമയം നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിക്കണം? ഭഗവത് നാമം ചൊല്ലിക്കൊണ്ട് വാൽമീകിയാവാൻ ശ്രമിക്കണം. രാമനാമത്തിൽ രമിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന്റെ രുചി അറിഞ്ഞ്, അതിന്റെ അനുഭൂതി അറിഞ്ഞ്, ഇത് തന്നെയാണ് പരമസുഖം, ഇത് തന്നെയാണ് പരമാനന്ദം. ഭഗവത് സ്മരണം ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആനന്ദത്തെക്കാൾ, ഭഗവാനോട് കാണിക്കുന്ന പ്രേമത്തെക്കാൾ വലിയൊരു പ്രേമം ഈ ലോകത്തിൽ ഇല്ല. ഇത് നല്ലവണ്ണം നമ്മൾ ദൃഢമാക്കി അഭ്യസിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും ക്രമേണ നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും. നാളെ നിങ്ങളുടെ മുഖത്തു നോക്കിയിട്ട് പുത്രന്മാരാകുന്ന പുത്രിമാരാകുന്ന കൈകേയിമാര് പറയുകയാണ്, അമ്മേ ദേവി വിചാരിച്ച് ഈ ഫ്ലാറ്റിൽ നിന്നൊന്ന് മാറി നിന്നാൽ നന്നായിരുന്നു. നിങ്ങൾ ഈ ഒരു സന്ദർഭം ഓർക്കൂ. നിങ്ങളോട് നാളെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറയുകയാണെങ്കിൽ, അങ്ങനെ പറയില്ല എന്നൊന്നും വിചാരിക്കണ്ട, പറയുമെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു കൈകേയിയായിട്ട് നിങ്ങളുടെ മകനോ മകളോ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ സ്വീകരിക്കുക അതിനെ?
രാമനെ പോലെ പുഞ്ചിരിച്ചുകൊണ്ട്, എന്തിതിന് വിഷമം മകളെ, ഞാൻ ഇന്നലെ തയ്യാറായിരുന്നു. എത്ര പേര് സന്തോഷത്തോടെ അത് കേൾക്കാൻ തയ്യാറുള്ളവരുണ്ടാവും? എളുപ്പമാണോ അത്? ആണോ? വളരെ വളരെ പ്രയാസമുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ അല്ലാന്ന് പറയുന്നത്? ആ ഈശ്വര സ്മരണയിൽ നമ്മൾ രതിക്കാൻ ശ്രമിച്ചിട്ടില്ല പറയാണ്. ഇനി നമ്മൾ മാറാൻ തയ്യാറാണ്. ഒരു ലോറി വിളിച്ചുകൊണ്ടുവരും. എന്തിനു വേണ്ടിയിട്ട്? എന്റെ സാധനങ്ങൾ കടത്തിട്ട് മതി, അങ്ങനെ സുഖിക്കണ്ടടി എന്ന് പറയും. എല്ലാം ഇനി അവൾക്കുള്ളതും കൂടി വേണമെങ്കിൽ അതും കൂടി നമ്മുടെ ഇതിൽ തരും. വാടകയ്ക്കൊക്കെ വീട് കൊടുക്കുമ്പോഴുണ്ടല്ലോ, ട്യൂബ് വരെ ഊരി കൊണ്ടുപോകുന്നവരുണ്ട്, ഫാനൊക്കെ അഴിച്ചു കൊണ്ടുപോകുന്നവരുണ്ട്. അതുകൊണ്ട് മിക്കവാറും ചെന്നൈയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വാടകയ്ക്ക് കൊടുക്കാൻ ഒരു സാധനം അകത്ത് വെക്കില്ല. കാരണം കൊടുത്തുവോ ബിൽഡിങ്ങിന്റെ ചുമര് ഇളക്കി കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാ. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. എന്നാൽ ശ്രീരാമസ്വാമി ഉണ്ടല്ലോ, ഇനി അതും കൂടി കാണാം നിങ്ങൾക്ക്. കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു സംഗതി എടുക്കുന്നില്ല, ഇറങ്ങിയുടെ പോവുകയാണ്. അതൊക്കെ എത്ര കരുത്ത് വേണം നോക്കൂ. എളുപ്പമല്ലതൊന്നും, വളരെ വളരെ പ്രയാസകരമായ കാര്യമാണ്. ഇതിനുള്ളൊരു മെച്യൂരിറ്റി നമ്മൾ കൈവരിക്കണം എന്നുണ്ടെങ്കിൽ രസം എവിടെ അനുഭവിക്കണം? പിബത രാമരസം, പിബതേ രാമരസം. രാമരസം അനുഭവിക്കാൻ നമ്മൾ പരിശീലിക്കണം. ഇത് ഒരു സുപ്രഭാതം കൊണ്ട് വരില്ല. എന്ത് വേണം? അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യതേ. നിരന്തരമായൊരു അഭ്യാസം വേണം. അങ്ങനെയൊക്കെ നമ്മളിപ്പോ അഭ്യസിക്കുന്നതുണ്ടല്ലോ, ശരിയായിട്ടുള്ള ആത്മീയതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയായിട്ടുള്ള ആത്മീയതയാണെങ്കിൽ മനസ്സിന് നല്ലവണ്ണം നല്ല കരുത്ത് വരും, എന്തും ഉൾക്കൊള്ളാനുള്ളൊരു ശക്തി വരും. നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, ഇനി നിങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല കേട്ടോ എന്ന്. സന്തോഷായി, ഓ നന്നായല്ലോ, ഇനിയെങ്കിലും എന്നെ ഉപദ്രവിക്കില്ലല്ലോ. മാറി നിൽക്കാൻ നമുക്ക് സാധിക്കും. നമ്മളവിടെ നിന്ന് പ്രതിഷേധിച്ച് ബഹളം വെക്കില്ല എന്ന് പറയാണ്. ഇത് പറഞ്ഞ് പരിശീലിക്കണം. എന്തും സംഭവിക്കുന്നത് ഈശ്വരേച്ഛയാണ്. ഞാൻ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കണം. ആരുമല്ല എന്റെ പ്രശ്നങ്ങൾക്ക് കാരണം. പ്രശ്നങ്ങൾക്ക് കാരണം ഞാൻ തന്നെയാണ്. ഞാൻ മാറേണ്ട സമയത്ത് മാറണം. 4 കാര്യങ്ങൾ നമ്മൾ അഭ്യസിച്ചാൽ നല്ലതാണ് ജീവിതത്തിൽ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണത്. 1, സന്തോഷത്തോടെ മറ്റുള്ളവരോട് സംസാരിക്കാൻ നമ്മൾ പരിശീലിക്കണം. അത് എളുപ്പമൊന്നും വരില്ല അത്. കാരണം നമ്മൾ പെട്ടെന്നൊന്നും വരുന്നൊരു കാര്യമല്ലത്. ചിലർക്ക് വേഗം വരും, കാരണം അങ്ങനെ ശീലിച്ചെടുത്തവർക്ക്. തമാശയായിട്ട് ജീവിതത്തെ കൊണ്ട് നടക്കുക, സീരിയസ് ആവാതെ. ഈ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ കേങ് 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 കേ എന്ന് പറഞ്ഞത് പറയാതെ തമാശയായിട്ട് എടുക്കുക ജീവിതത്തിൽ. ഇന്ന് വരുന്നത് പോലെ. ചിലര് അതായിട്ടുള്ള എടുക്ക് കാര്യങ്ങളൊക്കെ, വീട്ടിലെ ഓരോ കാര്യങ്ങളും. ഇന്നലെ ഭർത്താവ് വന്നില്ല, മിനിയാന്ന് മകൻ വന്നില്ല, അവരിന്നലെ ഓഫീസിൽ നിന്ന് വിട്ട് വളരെ ലേറ്റായിട്ടാണ് വന്നത്, ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി, അതൊന്നും നേരെയില്ല, അത് സാമ്പാറായി. ആർക്ക് വേണ്ടിയിട്ടാ പറയുന്നത്? ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് സാമ്പാറായി. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്. ചിലപ്പം ദോശയാവില്ല, ഇഡ്ഡലിയാവില്ല, കൊഴക്കട്ടയാക്കും, എന്നിട്ടും അതാവള്ളി ഉപ്പുമാവാക്കും. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്. അതെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ വേണ്ടാത്ത വർത്തമാനവും പറഞ്ഞ് എന്തോ സീരിയസ് ആയിട്ട് ജീവിതത്തെ എടുത്ത് ഇതൊക്കെയാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച അവര് വരുന്നു, അവര് പോകുന്നു. ഇതിൽ പറയാൻ എന്താ ഉള്ളത്? ഭാഗവതത്തിൽ മനോഹരമായൊരു ഭാഗവും, പൃഥു മഹാരാജാവിനെ കാണാൻ വേണ്ടിയിട്ട് സനൽകുമാരാദി മഹർഷിമാര് വരുമ്പോ കിന്നു കുശലം നാഥ ചോദിക്കുകയാണ്. ഹേ മഹാത്മാക്കളെ, എന്താണ് വിശേഷം ചോദിക്കുകയാണ് പൃഥു. ഉടനെ തന്നെ പൃഥു പറയാണ്, ഞാൻ എത്ര വിഡ്ഢിയാണ് നിങ്ങളോട് കുശലം ചോദിക്കാൻ. എപ്പോഴും പരമാനന്ദത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് എന്ത് വിശേഷമാണുള്ളത്? എന്നും ഒരേ വിശേഷമാണെന്നുള്ളത്. ഇനി നിങ്ങൾ എന്നോട് വിശേഷം ചോദിച്ചു കഴിഞ്ഞാൽ അതിലും അർത്ഥമില്ല. കാരണം ഈ കേ എന്ന് പറയാനേ എനിക്കറിയുള്ളൂ. എന്നും കുടുംബ പ്രശ്നങ്ങളും കുടുംബ പ്രാരബ്ധങ്ങളും കുടുംബത്തിലുണ്ടാകുന്ന കാര്യങ്ങളും പറയാനേ എനിക്ക് എന്റെ നാവിന് സംസ്കാരമുള്ളൂ. അതുകൊണ്ട് എന്നോട് ചോദിച്ചാൽ വേണ്ടാത്തത് പറയും, നിങ്ങളോട് ചോദിച്ചാൽ. ഇതാണ് ലോക ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളുണ്ടല്ലോ കഴിയുന്നതും സന്തോഷത്തിൽ
ഒരു രസകരമായിട്ട് ജീവിതത്തെ എടുക്കാൻ പഠിക്കണം. വരണോ പോകണോ, ആഗമാപായന അനിത്യാഹ താം ദിദിക്ഷുസ്തഭാരത. ഇന്നത്തെ ജീവിതം കഴിഞ്ഞു, നാളെ അങ്ങനെ വരണോ? ഇന്ന് ഇങ്ങനെയാണ് ഗുരുവായൂരപ്പൻ നിശ്ചയിച്ചത്, നാളെ എങ്ങനെയാണോ നിശ്ചയിക്കുന്നത് അങ്ങനെ ഞാനതിനെ സ്വീകരിക്കും. ഇത് നമുക്ക് എളുപ്പമൊന്നുമല്ല. കാരണം നമ്മുടെ മനസ്സിന്റെ സംസ്കാരമുണ്ടല്ലോ, ഓരോരുത്തരും ഏത് രീതിയിൽ ഉണ്ടാക്കിയെടുത്തോ ആ സംസ്കാരം അവരെ അതുപോലെ ജീവിക്കാൻ പരിശീലിപ്പിക്കും. സംസ്കാരത്തിന് അത്രയും നമ്മളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. കേട്ടിട്ടുണ്ടാവും ഒരു കഥ. ഒരിക്കലും ഒരു ഗ്രാമത്തിൽ ഫുട്ബോൾ കളി നടക്കുകയാണ്. വാശി പിടിച്ച മത്സരം, 2 ഗ്രാമങ്ങൾ തമ്മിലുള്ള മത്സരം. ഒരുപാട് ഗ്രാമങ്ങൾ അതിൽ പങ്കെടുത്തു. അവസാനം 2 ടീമിനെയാണല്ലോ തെരഞ്ഞെടുക്കുക ലാസ്റ്റ് ഫൈനൽ മാച്ചിൽ. അപ്പൊ ഒരു ഗ്രാമത്തിലെ ക്യാപ്റ്റൻ, അയാൾ തന്നെയാണ് ഗോളി. അയാളുടെ അമ്മ മരിച്ചപ്പോ അയാൾക്ക് വരാൻ പറ്റാതെ, മാച്ച് മാറ്റാനും പറ്റില്ല. എവിടുന്നപ്പോ ഒരു ഗോളിയെ കിട്ടുക? ഇവരന്വേഷിച്ച് ഒരുത്തിനും കിട്ടാനില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവർ മാർക്കറ്റിലൂടെ പോകുമ്പോൾ ഒരു കാഴ്ച കാണുന്നത്. വലിയൊരു പച്ചക്കറി മാർക്കറ്റിന്റെ മുന്നിൽ തമിഴ്നാട്ടിൽ നിന്ന് ലോറിയിൽ മത്തനും കുമ്പളവും വന്നിട്ടുണ്ട്. അപ്പൊ ഒരുത്തൻ ഇങ്ങനെ കടയുടെ താഴെ നിന്നിട്ട് ആ വലിച്ചെറിയുന്ന മത്തൻ പിടിച്ചിട്ട് അകത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അകത്തുള്ളവൻ അതിനെ പിടിച്ച് അടുക്കി വെക്കുന്നുണ്ട്. ഈ പിടിക്കുന്നവനെ കണ്ടപ്പോ അവർക്ക് തോന്നി, ഇവനെ ഗോളിയേക്ക് വെച്ചാൽ എന്തെങ്കിലും ഗോള് വരുന്ന സമയത്ത് ഇവൻ പിടിച്ചോളൂ എന്നുള്ളത്. അവനോട് പറഞ്ഞു, തന്നെ ഞങ്ങൾ ഗോളിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്, എത്ര വെച്ചാൽ തരാം, കാരണം ഇത് ഞങ്ങളുടെ പ്രസ്റ്റീജിയസ് മാച്ചാണ്, താൻ വരണം എന്നൊക്കെ. അവൻ 1000 രൂപ, അവന് കടയിൽ നിന്നാൽ മാസം 1000 കിട്ടുള്ളൂ, ഇത് ഒരു കളിക്ക് 1000 കൊടുക്കാൻ നിശ്ചയിച്ച്. അവൻ സമ്മതിച്ചു. അങ്ങനെ കളി തുടങ്ങി. കളിയുടെ അവസാനത്തെ ഒരു മിനിറ്റിൽ ഇവരുടെ കോർട്ടിലേക്ക് പന്ത് വന്നു. ഇവൻ ബോൾ പിടിച്ചു. എല്ലാവരും സന്തോഷം കൊണ്ട് മേലോട്ട് ചാടുമ്പോണ്ടല്ലോ, ഇവൻ ആ പന്തെടുത്തിട്ട് നെറ്റിനുള്ളിലേക്ക് ഒറ്റ കയറും. കാരണം അവന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും കടയുടെ ഉള്ളിലേക്ക് എറിഞ്ഞ് ശീലിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഇവൻ പന്ത് പിടിച്ചപ്പം അവന്റെ വിചാരം പന്താണെന്നല്ല, അവൻ മത്തനായിട്ടാണത്. ഉടനെ എറിഞ്ഞത്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഓരോ സംസ്കാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത നിമിഷം എങ്ങനെ നിങ്ങൾ മറ്റൊരാളോട് പെരുമാറും എന്നത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച സംസ്കാരത്തിനനുസരിച്ച്. അതുകൊണ്ട് പുതിയൊരു സംസ്കാരം ഉണ്ടാക്കി വെക്കൂ. എന്തും സന്തോഷത്തോടെ ഒരു രസകരമായിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതൊന്നും സീരിയസ് ആയിട്ട് ഒരു കാര്യവും നമ്മൾ കുടുംബകാര്യങ്ങൾ എടുക്കരുത്. കാരണം ഇവിടെ സീരിയസ് ആവാനൊന്നും ഇല്ല. ഇതൊന്നും സീരിയസ് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കും തോറും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൂടുതലാണ്. ഇവിടെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് ഒരേ ഒരു കാര്യം, എത്ര സമയം ഞാൻ ഈശ്വര വിചാരത്തിലേക്ക് മനസ്സിനെ നയിക്കുന്നുണ്ട്, അത് മാത്രമേ സീരിയസ് ആവാനുള്ളൂ. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭ്യസിക്കേണ്ടത്, എന്ത് ആര് പറഞ്ഞാലും അത് സന്തോഷത്തോടെ കേൾക്കാൻ നമ്മൾ പഠിക്കണം. ചിലർക്കുണ്ടല്ലോ പേഷ്യൻസ് എന്നുള്ളതിന്റെ ഒരംശം പോലും അടുത്തുകൂടെ പോയിട്ടില്ല. അവരമ്പലത്തിലൊക്കെ പോവും, പക്ഷെ ഒരാൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാവില്ല. അത് ഒന്നാമത് എന്താ മറ്റൊരാൾക്ക് മനസ്സില്ലാത്തതെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കും ചെയ്യരുത് കേട്ടോ. അതുകൊണ്ട് ചിലരൊന്നും പറയുന്നത് കേൾക്കരുത്. എന്ത്? അവരുടെ കുടുംബ വിഷമങ്ങളും കുടുംബ ബുദ്ധിമുട്ടുകളും ഒരു പരിധിയിലപ്പുറം നമ്മൾ കേൾക്കാൻ പോകരുത്. കാരണം ഇത് പറഞ്ഞു കേട്ടതുകൊണ്ട് അവർക്കും ഗുണമില്ല, കേൾക്കുന്ന നമുക്കും. ഭാഗവതമൊക്കെ പറയുന്നത് അങ്ങനെയുള്ളവരെ അവോയ്ഡ് ചെയ്യൂ എന്നാണ്, എന്നാലേ അവർ പഠിക്കുള്ളൂ എന്നാണ്. ഇത്തിരി ക്രൂരമാണത്, ശരിയാണത്. അതും സത്സംഗങ്ങൾക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ, ഭക്തന്മാരാണെങ്കിൽ തീർത്തും അവോയ്ഡ് ചെയ്യണം. കാരണം അവർ മെച്യൂരിറ്റി വരണം. അവർക്ക് ഒരമ്മയുണ്ടല്ലോ, കുട്ടികള് കുറെയൊക്കെ നടക്കാറാകുമ്പം അവരെ അങ്ങോട്ട് വിടണം, എന്നാലേ അവർ സ്വന്തം കാലിൽ നിൽക്കുള്ളൂ. അതുപോലെ ഒരു പരിധിയിലപ്പുറം നിങ്ങൾ കുട്ടികളുടെയൊക്കെ വിഷമങ്ങൾ കേൾക്കാൻ നിൽക്കരുത്. പറയണം, നിങ്ങൾ ഈശ്വരനോട് അടുക്കൂ, ഈശ്വരനെ വിചാരം ചെയ്യൂ, ഈശ്വര സ്മരണം ചെയ്യൂ, ഈശ്വരന്റെ പാദത്തിൽ ഈ വിഷമങ്ങളൊക്കെ അർപ്പിക്കൂ. അതല്ലാതെ വേറെ വഴിയില്ല. ഈ രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കണം. നമ്മൾ കേൾക്കുകയും വേണം, നയിക്കുകയും വേണം. മൂന്നാമത്തതാണ്, ഏത് വിഷമങ്ങളിലും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്ന് നമ്മളെ ആവശ്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സന്തോഷത്തോടെ മാറി നിന്നേക്കണം. പ്രായം കൂടുന്തോറും
സന്തോഷത്തോടെ മാറി 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 നിന്നോളണം. മറ്റൊരാൾ മാറാൻ പറയുന്നതിനേക്കാൾ നല്ലത് സ്വയം മനസ്സിലാക്കി മാറുന്നതാണ്. അത് നമ്മൾ പഠിച്ചെടുത്താൽ നമ്മളായിരിക്കും നമുക്ക് വലിയൊരു ഭാഗ്യം ചെയ്യുന്നവര്. രാമായണം നമ്മളെ കരുത്തുള്ളവരാക്കി തീർക്കുകയാണ്. രാമായണം പറയുന്നില്ല നിങ്ങൾ ഒളിച്ചോടുമെന്ന്, ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എസ്കേപ്പിസം, ഇറ്റ്സ് എ മെച്യൂരിറ്റി എന്ന് പറയുകയാണ്. കൂടുതൽ കൂടുതൽ നമ്മളെ കരുത്തുള്ളവരാക്കി തീർക്കുക. ഇത് നമ്മൾ അഭ്യസിക്കുക. നാലാമത്തതാണ്, ഇതൊക്കെ അഭ്യസിക്കണമെങ്കിൽ സന്തോഷത്തോടെ ഈശ്വര വിചാരം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഒരു ഭാഗത്തിരുന്ന് 2 മണിക്കൂർ നേരമെങ്കിലും ഭഗവത് നാമം ചൊല്ലി അതിലങ്ങനെ രമിച്ചിരിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാം മറന്ന് ഭഗവത് വിചാരത്തിൽ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്കും ഭഗവാനും ഇടയ്ക്ക് മൂന്നാമതൊരു ആളുടെ ആവശ്യമില്ല. നമ്മുടെ മനസ്സും സീതയാകുന്ന മനസ്സും ചൈതന്യമാകുന്ന രാമനും, മൂന്നാമതൊരാളുടെ ആവശ്യമില്ല. അങ്ങനെ നമുക്ക് രമിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് പിന്നെ അമ്പലത്തിൽ പോയാലും ഭഗവാൻ കൂടെയുണ്ട്, വീട്ടിലിരുന്നാലും ഭഗവാൻ കൂടെയുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഭഗവാൻ കൂടെയുണ്ട്. നാളെ മാറി നിൽക്കൂ എന്ന് പറഞ്ഞാലും നമുക്ക് വിഷമമില്ല, വീട്ടിലൊന്നുമല്ല കാര്യമുള്ളത്. അത് പറയാനുള്ള ഒരു ശക്തി നമുക്ക് കൈവരിക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെയൊക്കെ നമ്മൾ അഭ്യസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സീതയാകുന്ന മനസ്സിനെ എവിടെ എത്തിക്കാം? രാമനിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ്. രാമായണം ഒരു ചരിത്രകഥയിൽ എന്നുപരി നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ രാമൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഹയ്യസ്റ്റ് ഐഡിയലിനെയാണ്, ഒരു ശ്രേഷ്ഠമായ ഉദാത്തമായ ഉത്കൃഷ്ടമായ ഒരു വിചാരത്തെയാണ് രാമൻ എന്ന് പറയുക. അങ്ങനെ ഉത്കൃഷ്ടമായ ഒരു വിചാരത്തെ നമ്മുടെ മനസ്സിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ ആ വിചാരം കൊണ്ട് തന്നെ മറ്റുള്ള നികൃഷ്ടമായ അല്ലെങ്കിൽ നിസ്സാരമായ ചിന്തകളിൽ നിന്നും നമ്മുടെ മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ രാമൻ എന്നാൽ ശ്രേഷ്ഠമായ വിചാരം. ലോകത്തിൽ എപ്പോഴും 2 തരം വിചാരങ്ങളേ ഉള്ളൂ. ഒന്ന് ശ്രേഷ്ഠമായിരിക്കും, മറ്റൊന്ന് നികൃഷ്ടമായിരിക്കും. ഏതാണ് ശ്രേഷ്ഠമായ വിചാരം? പറയണു, തനിക്കും മറ്റുള്ളവർക്കും സുഖം തരുന്നതാണ് ശ്രേഷ്ഠമായ വിചാരം. മറ്റൊരാൾക്ക് സുഖം കിട്ടണമെങ്കിൽ തന്റെ സുഖത്തെ താൻ മാറ്റിവെച്ച് കുറെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും താൻ സ്വയം സന്തോഷത്തോടെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ശ്രേഷ്ഠമായ വിചാരമാണ്. മഹാത്മാഗാന്ധിയെ മഹാത്മാഗാന്ധിയാക്കിയത് തന്റെ എല്ലാ സുഖങ്ങളും മാറ്റിവെച്ച് ഈ രാഷ്ട്രത്തിലുള്ളവർക്ക് സുഖം കിട്ടണേ എന്ന ആ വിചാരത്തോടെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സ്വീകരിച്ചപ്പോ അദ്ദേഹം മഹാനായി തീർന്നു. അമ്മയെ ഈശ്വരതുല്യം ഭാരതത്തിൽ ആരാധിച്ചത് മക്കൾക്കും ഭർത്താവിനും വേണ്ടി, അവരുടെ സുഖത്തിന് വേണ്ടി സ്വന്തം സുഖത്തെ മാറ്റിവെച്ച് കുറെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സ്വീകരിക്കുന്നതുകൊണ്ടാണ്. അപ്പം മറ്റൊരാൾക്ക് സുഖം കിട്ടാൻ തന്റെ സുഖത്തെ മാറ്റിവെച്ച് അതിനെ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു മനസ്സിനെയാണ് ശ്രേഷ്ഠമായ ഉദാത്തമായ ഉത്കൃഷ്ടമായ ദിവ്യമായ വിചാരം എന്ന് പറയുന്നത്. എന്നാൽ തന്റെ സുഖത്തിന് വേണ്ടി മറ്റൊരാളെ വേദനിപ്പിക്കുന്നതാണ് സ്വാർത്ഥപരമായ നികൃഷ്ടമായ വിചാരം. അതും വിചാരം തന്നെയാണ്. അത്തരത്തിലുള്ള വിചാരങ്ങളെയാണ് കൈകേയികൾ എന്ന് വിളിക്കുക. കൈകേയിമാർക്കൊന്നേ അറിയുള്ളൂ, എന്ത്? തന്റെ സുഖത്തിന് വേണ്ടി, തന്റെ ആളുകളുടെ സുഖത്തിന് വേണ്ടി മറ്റൊരാളെ വേദനിപ്പിക്കാനേ അറിയുള്ളൂ. എന്നാൽ രാമന്മാർക്കൊന്നേ അറിയുള്ളൂ, എന്ത്? മറ്റൊരാൾക്ക് സുഖം കിട്ടാൻ വേണ്ടി തനിക്ക് കൈവന്ന സുഖങ്ങളെ, ഭാഗ്യങ്ങളെ ത്യാഗം ചെയ്യാനുള്ള മനസ്സ്. അതെന്തുകൊണ്ട് രാമന് സാധിച്ചു? ഉത്കൃഷ്ടമായ വിചാരം. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്, ഭൗതികമായി പലതും മനസ്സിലാക്കുന്നുണ്ട്, വിദ്യാലയങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിലും ജീവിതത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ശരിക്കും ആധ്യാത്മിക ദൃഷ്ടിയിലൂടെ ചിന്തിക്കുമ്പോണ്ടല്ലോ, നമ്മുടെ ആചാര്യന്മാര് പറയുന്നു, സകല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്
തോട്ട്സ് ആണ്, മൈൻഡിലുള്ള ചിന്തകളാണ്. ദ മോർ വി തിങ്ക് നെഗറ്റീവ്ലി ദ മോർ യു ആർ എ പ്രോബ്ലം എന്നാണ്. നിങ്ങൾക്കൊരു പ്രോബ്ലമായി തീരും. സകല രോഗങ്ങൾക്കും കാരണം, അസുഖങ്ങൾക്കും കാരണം ചിന്തകളാണെന്നാണ്. അതൊരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. ഇന്ന് ഇതിനെക്കുറിച്ച് വലിയ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. എത്ര കണ്ട് നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുന്നുണ്ടോ അത്ര കണ്ട് നമ്മുടെ ഇമ്മ്യൂൺ പവർ വർദ്ധിക്കുന്നതാണ്. എത്ര കണ്ട് നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുന്നുണ്ടോ അത്ര കണ്ട് നമ്മുടെ ഇമ്മ്യൂൺ പവർ, പ്രതിരോധ ശക്തി കുറയുന്നതാണ്. ഇത് വെറുതെ പറയല്ലത്. നിങ്ങൾ നോക്കൂ, ഈ ഭാരതത്തിലുള്ള ആധ്യാത്മിക ആചാര്യന്മാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രാമകൃഷ്ണ പരമഹംസര് ക്യാൻസർ കൊണ്ടാണ് ജീവിച്ചത്. ചെന്നൈയിലേക്ക് അടുത്തൊരു സ്ഥലമുണ്ട്, തിരുവണ്ണാമലൈ എന്ന് പറഞ്ഞിട്ട്. അവിടെ വലിയൊരു മഹാത്മാവുണ്ടായിരുന്നു, രമണ മഹർഷി. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവൻ ക്യാൻസറായിരുന്നു. ലോകം മുഴുവൻ ഗീത പ്രചരിപ്പിച്ച സ്വാമി ചിന്മയാനന്ദനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശരീരം ഉപേക്ഷിക്കാറാകുന്ന സമയമുണ്ടല്ലോ, ഹാർട്ട് 20% പ്രവർത്തിച്ചിരുന്നുള്ളത്രേ. ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കൾക്കൊക്കെ, ധന്യാത്മാക്കൾക്കൊക്കെ അസുഖങ്ങളും രോഗങ്ങളുണ്ട്. പക്ഷേ ആ രോഗത്തിനൊന്നും അവരെ തളർത്താൻ സാധിച്ചിട്ടില്ല. കാരണം അവരുടെ ശരീരത്തിനെ രോഗമുണ്ടായിരുന്നുള്ളൂ, അവരുടെ മനസ്സിനെ അത് ബാധിക്കാത്തതിന് കാരണം അത്രമാത്രം അവരുടെ മനസ്സ് പോസിറ്റീവായിരുന്നു. നമ്മൾ കണ്ടുപിടിക്കണം അവരിൽ നിന്ന്. മഹാത്മാക്കളെ പോയി തൊഴുത് നമസ്കരിച്ച് പോവല്ല വേണ്ടത്. അവരിൽ നിന്ന് വലിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവണം. നമ്മൾ പഠിക്കേണ്ടുന്ന പാഠം, എന്തുകൊണ്ടാണ് അവർക്ക് തളരാതെ പതറാതെ എല്ലാ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോകാൻ സാധിക്കുന്നത്? നത്തിങ് ബട്ട് ദെയർ പോസിറ്റീവ് മൈൻഡ് എന്നാണ്. ഇത് നമ്മൾ പരിശീലിച്ചെടുക്കണം. എന്ത്? ഉദാത്തമായ ഉത്കൃഷ്ടമായ ചിന്ത കൊണ്ട് മാത്രമേ ജീവിതത്തെ എന്നും ആരോഗ്യമായി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതിന് കുറെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. ചിലതെല്ലാം നമ്മൾ ത്യാഗം ചെയ്യണം. എന്താണ് ത്യാഗം ചെയ്യേണ്ടത്? ലോകത്തെ ത്യജിക്കാനല്ല നമ്മുടെ ഭാരതം പഠിപ്പിക്കുന്നത്, കുടുംബത്തെ ത്യാഗം ചെയ്യാനല്ല. ഇന്ന് നമ്മൾ അതാണ് കാണുന്നത്. അച്ഛനും അമ്മയും ഒരു പ്രശ്നമാവുമെന്ന് കണ്ട് അച്ഛനും അമ്മയാണ് ത്യാഗം ചെയ്യുന്നത്. ഭാര്യ ഒരു പ്രശ്നമാവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭാര്യയാണ് ത്യാഗം ചെയ്യുന്നത്. നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ത്യാഗം ചെയ്യൂ. ആരെയാണ് ത്യാഗം ചെയ്യേണ്ടത്? നിങ്ങളുടെ മനസ്സിലെ വേണ്ടാത്ത ചിന്തകളെ ത്യാഗം ചെയ്യൂ. അത് വിടൂ. എത്ര കണ്ട് നമുക്ക് വേണ്ടാത്ത ചിന്തകളെ ത്യാഗം ചെയ്യാൻ പറ്റുന്നോ അത്ര കണ്ട് നമ്മൾ പോസിറ്റീവാണെന്ന് പറയാം.